കേരളത്തിൽ സ്ഥിര വരുമാനമുള്ളൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരു MBBS ഗ്രാജുവേറ്റ് ആണോ നിങ്ങൾ? നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഹായ് ഓൾ, ഐ എം ഡോക്ടർ നെസ്ലി, ESIC ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. കേരള PSC അസിസ്റ്റന്റ് സർജൻ അല്ലെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എക്സാം നിങ്ങൾ എന്തുകൊണ്ട് എഴുതണം? എന്താണ് പഠിക്കേണ്ടത്? എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? ഒരു ദിവസം എത്ര നേരം പഠിക്കണം? എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം? എത്ര ആപ്ലിക്കൻസ് ഈ എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണിത്. സോ ഇൻ ടു ദ വീഡിയോ. കേരള PSC അസിസ്റ്റന്റ് സർജൻ അല്ലെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് കേരളത്തിൽ തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടും ഗ്ലാമറസ് ആയിട്ടും ഉള്ളൊരു പോസ്റ്റാണ്. അത് ഗസറ്റഡ് പോസ്റ്റാണ്. ബേസിക് സാലറി തന്നെ 63,700 to 1,23,700 ആണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് DA, HRA, TA, മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റ് തുടങ്ങിയ അലവൻസസും കിട്ടും. സർവീസിൻ്റെ അവസാനം പെൻഷൻ, ഗ്രാറ്റുവിറ്റി ഇവയെല്ലാം ഉണ്ട്. അതുമല്ല, ആവശ്യത്തിന് വേണ്ട ലീവ് സർവീസിലുടനീളം പ്രതിവർഷം സർക്കാർ നമുക്ക് നൽകുന്നുണ്ട്. കാഷ്വൽ ലീവ്, ഏൺഡ് ലീവ്, ഹാഫ് പേ ലീവ്, ലീവ് വിത്തൗട്ട് പേ, എക്സ്ട്രാ ഓർഡിനറി ലീവ്, മെറ്റേണിറ്റി ലീവ്, സ്റ്റെറിലൈസേഷൻ ലീവ്, പാറ്റേണിറ്റി ലീവ്, വാസെക്ടമി ലീവ്, അങ്ങനെ അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫാമിലി ലൈഫ് കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ തന്നെ സർവീസിനോടൊപ്പം തന്നെ ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ തക്കവണ്ണം നന്നായിട്ട് തന്നെ ലീവ് സർവീസിലുടനീളം ലഭിക്കും. അതുമല്ല, നിങ്ങൾ ഇപ്പോൾ പാസ്ഡ് ഔട്ട് ആയിട്ടൊരു MBBS ഗ്രാജുവേറ്റ് ആണ്. നിങ്ങൾ 25 ഇയേഴ്സ് ഓഫ് ഏജിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് സർവീസ് തന്നെ കിട്ടും. 60 ഇയേഴ്സ് ആണ് നമ്മുടെ റിട്ടയർമെൻറ്റ് ഏജ്. അപ്പോൾ 25 ഇയേഴ്സിൽ കയറുന്ന ഒരാൾക്ക് 35 ഇയേഴ്സ് ഓഫ് സർവീസ് ലഭിക്കും. ഈ 35 ഇയേഴ്സ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡ് വരെയുള്ള പ്രൊമോഷനിൽ എത്താൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമ്മളിപ്പം എക്സാം എഴുതി കയറിയാൽ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റിപ്പുലേറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് കഴിഞ്ഞാൽ നമുക്ക് ഇൻ സർവീസ് PG കോട്ട കിട്ടും. ഇൻ സർവീസ് PG കോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര വർഷം ഗവൺമെൻറ്റിന് സെർവ് ചെയ്താൽ നമുക്ക് നീറ്റ് PGയിൽ കുറച്ച് റാങ്ക് കുറവാണെങ്കിലും നല്ല പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ക്ലിനിക്കൽ ബ്രാഞ്ച് കിട്ടും. അതുമല്ല, ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ PG കഴിഞ്ഞിട്ട് നമുക്ക് സീനിയർ റെസിഡൻസി ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ സർവീസ് DHSൻ്റെ സർവീസിൽ കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീനിയർ റെസിഡൻസി ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പക്ഷേ നിങ്ങൾക്ക് DMEയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് പോകണം എന്നുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും PG കഴിഞ്ഞ് സീനിയർ റെസിഡൻസി ചെയ്താൽ മാത്രമേ DMEയുടെ അണ്ടറിലുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഈ സർവീസിൽ DHSൻ്റെ സർവീസിൽ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ സീനിയർ റെസിഡൻസി ചെയ്യേണ്ട ആവശ്യമില്ല. സെക്യൂർഡ് ആയിട്ടുള്ളൊരു ജോബാണ്. ഗുഡ് വർക്ക് ലൈഫ് ബാലൻസ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ PHCയിലോ CHCയിലോ ഒക്കെ പോസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് മുഖേന നമുക്ക് ഒരു പേഴ്സണൽ, ഫിനാൻഷ്യൽ, പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാവും. അതുമല്ല, നമ്മുടെ സ്റ്റേറ്റിനെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടാണ് ഈ പോസ്റ്റ്. PGക്ക് ശേഷം നമുക്ക് ജൂനിയർ കൺസൾട്ടൻറ്റ്, സീനിയർ കൺസൾട്ടൻറ്റ്, സിവിൽ സർജൻ, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട്, മെഡിക്കൽ സൂപ്രണ്ട്, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡ് വരെ പ്രൊമോഷൻ വഴി നമുക്ക് എത്താൻ സാധിക്കും. PGക്ക് ശേഷം നമുക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് അലൗഡാണ്. നമുക്ക് ഡ്യൂട്ടിനെ ബാധിക്കാത്ത രീതിയിലുള്ള പ്രൈവറ്റ് പ്രാക്ടീസസുകൾ അലൗഡാണ്. അതുമല്ല, റിട്ടയർ ആവുന്ന സമയത്ത് ഒരു ലംസം എമൗണ്ട് തന്നെ നമുക്ക് കയ്യിലുണ്ടാവും. കഴിഞ്ഞ കേരള PSC അസിസ്റ്റന്റ് സർജൻ ലിസ്റ്റിൽ നിന്നും 993 അഡ്വൈസസ് പോയിട്ടുണ്ട്. 25/8/2025 ഡേറ്റിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത്. 993 അഡ്വൈസസ് പോയിട്ടുണ്ട്. അതിൽ താഴെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ കാറ്റഗറിയിൽ എത്ര റാങ്ക്സ് വരെ അഡ്വൈസസ് പോയിട്ടുണ്ടെന്ന്. SL എന്ന് കൊടുത്തിരിക്കുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റാണ്. ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പം ഒരു അനാലിസിസ് വെച്ചിട്ട് ഒരു 10,000+ ആപ്ലിക്കൻസ് ഈ പോസ്റ്റിനു വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. 10,000 ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് 10% മാത്രമേ റിക്രൂട്ടഡ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ
നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്താൽ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലെവൽ ഒരു മീഡിയം ടു ഡിഫിക്കൽട്ട് ലെവലാണ് എപ്പോഴും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് പഠിക്കുകയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയും ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുമല്ല, കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. നീറ്റ് പി ജി അപ്പിയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ എക്സാം അപ്ലൈ ചെയ്യും. എന്ന് വെച്ചിട്ട് നമ്മൾക്ക് കിട്ടില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. കാരണം കേരള PSC ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായിട്ടും സിലബസ് ബേസ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കും റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റും. ഇനി ഡെയിലി നമ്മൾ ഒരു 1 അവറെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെക്കണം. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിലും, ഇപ്പോൾ വീഡിയോസ് കാണാനാണെങ്കിലും, ഓഡിയോ ക്ലാസ്സസ് കേൾക്കാനാണെങ്കിലും, നോട്ട്സ് വായിക്കാനാണെങ്കിലും, എന്താണെങ്കിലും ജസ്റ്റ് ഒരു 1 അവർ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്സിനാണല്ലോ, അപ്പോൾ നമ്മളൊരു 80 to 90 ക്വസ്റ്റ്യൻസോളം അറ്റൻഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. സോ 80 to 90 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം നെഗറ്റീവ് മാർക്കിങ്സ് ഉള്ള എക്സാം ആയതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു 80 to 90 ക്വസ്റ്റ്യൻസ് അപ്ലൈ ചെയ്യണം. 1 മാർക്കാണ് ഒരു കറക്റ്റ് ആൻസറിന്, 0.33 മാർക്കാണ് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. അപ്പം നമുക്ക് എക്സാം ജനുവരിയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുമായിരിക്കും. അങ്ങനെ ആണെങ്കിൽ ഫസ്റ്റ് 2 മന്ത്സ് നിങ്ങൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയും ലാസ്റ്റ് 1 മന്ത് തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. കാരണം റിവിഷൻ ഇസ് ദ കീ. ഏത് എക്സാം ആണെങ്കിലും, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആകുമ്പോൾ റിവിഷൻ ഇസ് ദ കീ. നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നോ അത്രത്തോളം റീറ്റെയിൻ ചെയ്യും, അത്രത്തോളം നമുക്ക് എക്സാമിന് കൊടുക്കാൻ കഴിയും. സോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്കുകൾ ചെയ്തു നോക്കണം. ഇനി എങ്ങനെ പഠിക്കാൻ കഴിയും? ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ എല്ലാ സൺഡേയിലും 11 AM ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യും. ആ ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് ആണ്. അത് കംപ്ലീറ്റ്ലി സിലബസ് ബേസ്ഡ് ആണ്. ആ ക്ലാസ്സസിൻ്റെ നോട്ട്സ് ലിങ്ക് ആ ക്ലാസ്സിൻ്റെ താഴെ ഞാൻ കൊടുത്തിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നോട്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്യുവർലി സിലബസ് ബേസ്ഡ് ആണ്. ആരും തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ഇതുവരെ കേരള PSC അസിസ്റ്റൻറ്റ് സർജന് വേണ്ടി ഇറക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ ഫസ്റ്റ് ടൈം ആയിരിക്കും സിലബസിൻ്റെ അതേ മൊഡ്യൂൾസ്, അതേ സീരിയൽ നമ്പറിൽ പോലും നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ നോട്ട്സിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ആ ഓരോ ടോപ്പിക്കിൻ്റെയും കേരള PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടും. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഇൻക്ലൂഡഡ് ആണ്, അല്ലാതെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആണ്. സോ ആ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. പിന്നെ ഈ ലിങ്കിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. അതുമല്ല, ഈ നോട്ട്സിൻ്റെ അവസാനമുള്ള കേരള PSC ബേസ്ഡ് ക്വസ്റ്റ്യൻ ബാങ്കിലും ആൻസേഴ്സ് മാർക്ക്ഡ് ആണ്. സോ ആൻസറും തേടി പോകേണ്ട വരത്തില്ല. നിങ്ങൾക്ക് എല്ലാം ഒരു റെഡിമെയ്ഡ് ഫോമിൽ കിട്ടുന്നുണ്ടാവും. ഇനിയും എന്താണ് പഠിക്കേണ്ടത്? ശരിക്കും കേരള PSC അസിസ്റ്റൻറ്റ് സർജൻ എക്സാമിന് സിലബസ് പഠിച്ചാൽ മതി. എല്ലാ കേരള PSC എക്സാംസിനും സിലബസ് പഠിച്ചാൽ മതി. അപ്പോൾ ആ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസും ആ നോട്ട്സും നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും. സിലബസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കേരള PSC വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ നോട്ട്സ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരള PSC സിലബസിൻ്റെ സെയിം ഓർഡറിൽ തന്നെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാനൊന്നും പോകണ്ട. എല്ലാ നോട്ട്സും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ ജനറൽ മെഡിസിൻ ഹാരിസൺ ബേസ്ഡ് ആണ്, കമ്മ്യൂണിറ്റി മെഡിസിൻ പാർക്ക് ബേസ്ഡ് ആണ്, ഒഫ്താൽമോളജി പാഴ്സൺ ബേസ്ഡ് ആണ്, ഡെർമറ്റോളജി IAVDL ഇന്ത്യൻ വെനറോളജി ആൻഡ് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്ഡ് ആണ്. സോ അങ്ങനെ എല്ലാം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു സോഴ്സ് തേടി പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ എത്രത്തോളം എമിനൻ്റ് ആയി എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് കേരള PSC ക്വസ്റ്റ്യൻ ബാങ്ക് അതിന് ലാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അവിടുന്ന് തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് തിരിച്ചു വന്ന് ഇപ്പുറത്തെ നോട്ട്സ് നിങ്ങൾ വായിച്ച് മെമ്മറൈസ് ചെയ്ത് വെക്കണം. ഇനി ഇതാണ് നോട്ട്സിൻ്റെ ഒരു മോഡൽ. ഇവിടെ കൊടുത്തിരിക്കുന്നത് മെഡിസിൻ്റെ റുമറ്റോളജി നോട്ട്സ് ആണ്. അതിൻ്റെ ഒരു പേജ്
കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം സിലബസ് എടുത്തിട്ട്. സ്ക്ലീറോഡെർമ, പോളിയോമയോസൈറ്റിസ്, ഡെർമറ്റോമയോസൈറ്റിസ്, ജോഗ്രൻ സിൻഡ്രോം, അതാണ് ഈ 4 ടോപ്പിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നോട്ട്സ് എല്ലാം വളരെ കൺസൈസ്ഡ് ആണ്, ടാബുലാർ ഫോർമാറ്റിലാണ്, ഇമേജസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോട്ട്സ് തന്നെ നിങ്ങൾക്ക് UPSC CMSനും നീറ്റ് PGക്കും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നീറ്റ് PGക്ക് വേണ്ടി നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടത് വരും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് നീറ്റ് PGയുടെ ഒരു 30% കവർ ചെയ്യാനേ കഴിയുള്ളൂ. നീറ്റ് PG കുറച്ചുകൂടെ കൺസെപ്റ്റ് ബേസ്ഡ് ആണ്, നീറ്റ് PGക്ക് വേറൊരു ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. പക്ഷേ UPSC CMSനും ESIC IMO എക്സാമിനും നമ്മുടെ NIACL മെഡിക്കൽ ഓഫീസർ എക്സാമിനും NTPC മെഡിക്കൽ ഓഫീസർ എക്സാം, ഫാക്ടറി മെഡിക്കൽ ഓഫീസർ എക്സാം, അങ്ങനെ മെഡിക്കൽ ഓഫീസർ എക്സാമിന് ഏതിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നോട്ട്സ് യൂസ് ചെയ്യാം. ഇൻ്റർവ്യൂവിനും നിങ്ങൾക്ക് ഈ നോട്ട്സ് യൂസ് ചെയ്യാം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം തന്നെ കമ്മ്യൂണിറ്റി മെഡിസിനിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് മോസ്റ്റ് പ്രോബബ്ലി ആ നോട്ട്സിൽ നിന്ന് തന്നെ ആയിരിക്കും. ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ക്വസ്റ്റ്യൻ ബാങ്ക് ഇത് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും 4 ഓപ്ഷൻസും അതിൻ്റെ ഉത്തരവും കൊടുത്തിട്ടുണ്ടാവും. ഇനി ഈ ഒരു പോസ്റ്റ് ശരിക്കും നമ്മൾ 3 വർഷം കൂടുമ്പോഴേ സാധാരണ വിളിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതുമല്ല, MBBS ഗ്രാജുവേറ്റ്സ് ഒരു വർഷം 10,000+ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പാസ്ഡ് ഔട്ട് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അതുകൂടാതെ ഓൾ ഇന്ത്യയിൽ നിന്ന് പാസ്ഡ് ഔട്ട് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. നമുക്ക് FMGs ഉണ്ട്. സോ കോമ്പറ്റീഷൻ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു GPക്ക് പോലും 300 രൂപ മാത്രമേ പെർ അവർ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സാച്ചുറേഷൻ ആയി വരുന്നുണ്ട് നമ്മുടെ ഫീൽഡ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുമ്പം എല്ലാവരും ഏതെങ്കിലും ഒരു സർവീസിൽ ആദ്യം കയറിപ്പറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം സർവീസിൽ കയറിപ്പറ്റിയ ഒരു അത്യാവശ്യം സാലറി കിട്ടും, നമുക്ക് ഫാമിലിയെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു വരുമാനം കിട്ടും. അതിനുശേഷം നമ്മളൊന്ന് സെറ്റിലായിട്ട് നമുക്ക് PGക്ക് പോകാൻ കഴിയും. PG നമുക്ക് 5 ഇയേഴ്സ് കഴിഞ്ഞ് പോകുന്ന PGs, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സർവീസിലാണെങ്കിൽ 5 ഇയേഴ്സ് കഴിഞ്ഞ് നമ്മൾ PGക്ക് പോകുന്നെങ്കിൽ നമുക്ക് ആ സാലറിയോടുകൂടിയും സർവീസ് കണ്ടിന്യൂ ചെയ്ത് കൂടിയും നമുക്ക് PG കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. PG കംപ്ലീറ്റ് ചെയ്ത് വരുമ്പം നമ്മൾ കൺസൾട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റ് കിട്ടും നമുക്ക്. സോ എന്തുകൊണ്ടും സർവീസിൽ കയറുന്നത് ഏറ്റവും നല്ലൊരു ഡിസിഷനാണ് ഇപ്പോൾ. പിന്നെ ഈ എക്സാമിന് നന്നായിട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്താൽ ഏതൊരു പബ്ലിക് എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. എനിക്കൊരു ബേബി ഉണ്ടായതിന് ശേഷമാണ് ഇതുപോലുള്ള PSC എക്സാംസിനെ കുറിച്ചുള്ളൊരു അറിവ് കിട്ടിയതും ഇതിന് അപ്പിയർ ചെയ്യാൻ തുടങ്ങിയതും. ഞാൻ ജസ്റ്റ് ഒരു 6 months അല്ലെ 8 months ഇരുന്ന് പഠിച്ച്, ബേബിയോടൊപ്പം തന്നെ ഇരുന്ന് പഠിച്ച് ഞാൻ അസിസ്റ്റൻറ്റ് സർജൻ എക്സാം, ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ എക്സാം, UPSC CMS 2024-25, ESIC IMO എക്സാം, അങ്ങനെ എല്ലാ എക്സാംസും തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ നമ്മൾ കുറച്ച് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും എടുത്താൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗവൺമെൻറ് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. So all the best, all the future medical officers who are watching the video. And at last but not the least, government job is not just an achievement. It is a solemn responsibility towards our nation, our state, and the people we serve. So see you in next video. Thank you.